Hello friends, this is Milan and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സിരി ഷോർട്ട്കട്ടിനകത്ത് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതെന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ഐഡിയയ്ക്ക് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. അപ്പം ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഓട്ടോമേഷനാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. Good morning, Milan. Today is October 30th. 2020 at 12:45 a.m. The high for today is 32 degrees C and the chances of rain is 90. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കേട്ട ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം. അതുമാത്രമല്ല വേറെ കുറച്ച് ഓട്ടോമേഷൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിരി ഷോർട്ട്കട്ട് വേണം. നിങ്ങളില്ലാത്തൊരു സിരി ഷോർട്ട്കട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് സിരി ഷോർട്ട്കട്ട് ആപ്പ്. ഇതിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ടാബ് നടുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്താണെന്ന് ആദ്യം അറിയണം. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സിരി ഷോർട്ട്കട്ട് എന്താണെന്ന് അറിയാം. ഇതിൽ സിരി ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചില സ്പെസിഫിക് ടാസ്കുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് സിരിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നതാണ് സിരി ഷോർട്ട്കട്ട്. അതിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സ്വല്പം വ്യത്യാസമുള്ളൂ. അതായത് ഈ സിരി ഷോർട്ട്കട്ട് പോലെ തന്നെ നമ്മളുടെ, അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ച് പല ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പേഴ്സണൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. പേഴ്സണൽ ഓട്ടോമേഷനും സെറ്റപ്പ് ഹോം ഹബ്ബ് എന്ന് പറയുന്നത്. ഹോം ഹബ്ബ് നമുക്ക് വൺസ് ഹോം പോഡ് മിനി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ഓട്ടോമേഷനാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഓട്ടോമേഷൻ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് പ്ലേസ് ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ, ഒന്ന് ടൈം ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ. ഓക്കെ, ഈ പ്ലേസ് ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സർട്ടൺ പ്ലേസിലെത്തുക. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിപ്പം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുക. കൂട്ടുകാരൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പം നമ്മൾ ലൊക്കേഷൻ ബേസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഓട്ടോമേഷൻ, അപ്പോൾ നമ്മൾ പ്ലേസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വൈഫൈ ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി GPS ഉപയോഗിച്ച് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്ത്, അതല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്തെത്തുമ്പം കൂട്ടുകാരൻ്റെ വീട്ടിലെ വൈഫൈ കണക്റ്റ് ആകുന്നു. അതൊരു ജസ്റ്റ് എക്സാമ്പിളാണ്. അങ്ങനെയാണ് ഇതൊന്നും വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്ന പ്ലേസിൽ എത്തിക്കുമ്പം ഇന്ന ടാസ്ക് ചെയ്യുക എന്നതാണ് ആ ഒരു സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്നുള്ള ടാബിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് ഒരു അലാം അല്ലെങ്കിൽ ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമേഷനാണ്. അതുകൊണ്ട് നമുക്ക് അലാം സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇവിടെ അലാംസ് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എനി, വേക്കപ്പ്, എക്സിസ്റ്റിംഗ്. അതിൽ നമ്മൾ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മളുടെ ക്ലോക്ക് ആപ്പിനകത്ത് നമ്മൾ ഓൾറെഡി വല്ല അലാംസും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ടൈം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അലാംസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ക്ലോക്ക് ആപ്പിനകത്ത് അലാംസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ പോയി അലാം സെറ്റ് ചെയ്യുക. അതായത് ക്ലോക്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് അലാംസ് സെറ്റ് ചെയ്യുക. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു അലാം നമുക്ക് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ 8:20 എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ കമാൻഡ്സ് എല്ലാം കൊടുക്കുന്നത്. നമ്മൾ ആക്ഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ടെക്സ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഒരു കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മിലൻ. അതിനുശേഷം നമുക്ക് ഡേറ്റും ടൈമും ആണ് അവിടെ ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ടുഡേ ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ടുഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ അന്നത്തെ ഡേറ്റ് കൊടുക്കണം. ഈ ഡേറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയല്ല. കാരണം എല്ലാ ദിവസവും ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിഞ്ഞനുസരിച്ച് ഇതിനകത്തും ചേഞ്ച് കൊണ്ടുവരണം. നമ്മൾ എല്ലാ ദിവസവും കയറി ഓട്ടോമേഷൻ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ സെറ്റ് ചെയ്താൽ അത് പിന്നീട് ഓട്ടോമാറ്റിക്കലി ആ ടൈം ആകുമ്പം എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേരിയബിളാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ വേരിയബിൾസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേരിയബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡേറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അതായത് മീഡിയം വേണോ, ഷോർട്ട് വേണോ, ലാർജ് വേണോ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റാൻഡേർഡ്സ് ആണ് അവിടെ കൊടുത്തത്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, മീഡിയം കൊടുത്താൽ മതി. പിന്നെ ടൈം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട്, അതാണ് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. അതിനായിട്ട് ഡൺ അടിക്കുക. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു കമാൻഡ് സെറ്റപ്പ് ചെയ്തു. പക്ഷേ ഇത് പറയുവാണ് ചെയ്യുന്നത്, സിറി പറയുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സ്പീക്ക് ആക്ഷൻ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്പീക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്ഷൻ്റെ ഓപ്ഷനകത്ത് സ്പീക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്റ്റ് സിറി അനൗൺസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിനകത്ത് ഷോ
മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജും വോയിസും നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊനൗൺസിയേഷൻ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഇഷ്ടംമാതിരി ലാംഗ്വേജസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ സെലക്ട് ചെയ്തു. കാരണം അവിടെ വോയിസും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അഡീഷണൽ ലാംഗ്വേജുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഇന്ത്യൻ വോയിസും വരും. ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. Morning Milan. Today is October 29th, 2020 at 10:07 p.m. അപ്പോൾ നമ്മളുടെ ആ ഒരു വോയിസിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ആ ടെക്സ്റ്റും അതോടൊപ്പം തന്നെ വേരിയബിളായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കലി റീഡായി. ഇനി വേണം നമുക്ക് അടുത്ത ആ ഒരു കമാൻഡ് കൊടുക്കാൻ, അതായത് ഇനി വെതർ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെതർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, WEATHR വെതർ. അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇതിൽ ഗെറ്റ് കറണ്ട് വെതർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം അപ്ഡേറ്റ് പ്രൈവസി സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ലൊക്കേഷൻ സർവീസസ് ഡിസേബിൾ ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ബാറ്ററി സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൈവസി സെറ്റിംഗ്സിൽ ലൊക്കേഷൻ സർവീസസ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി നിങ്ങൾ ചേഞ്ച് ചെയ്യുക. സെറ്റിംഗ്സ്, പ്രൈവസി, അതിൽ ഈ ഒരു ലൊക്കേഷൻ സർവീസസ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിയുമ്പം ഇനി നമുക്ക് അവിടെ നോക്കുമ്പം അത് മാറും. കാരണം ഈ ഒരു ഡേറ്റ ഫെച്ച് ചെയ്യണം, വെതറിൻ്റെ ഡേറ്റ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ ഈ ഒന്നും കൂടെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. വീണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള കമാൻഡ് ഇനി വെതറിനെ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റും കൂടെ കൊടുത്തു. മേളിൽ കൊടുത്ത പോലെ തന്നെ ദ ഹൈ വിൽ ബി സ്പേസ് ആൻഡ് ദ ചാൻസസ് ഓഫ് റെയിൻ സ്പേസ് ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്ന ആ സ്പേസിൻ്റെ അവിടെ വേണം നമ്മൾ കമാൻഡ് ഇൻസേർട്ട് ചെയ്യാൻ. അതായത് നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്യണമല്ലോ. കാരണം ഈ വെതർ ദ ഹൈ വിൽ ബി എന്ന് പറഞ്ഞിട്ട് ഹൈയുടെ ആ വാല്യൂ എന്താണോ അത് വേണം അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് ഇവിടെ വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാം വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെതർ കണ്ടീഷനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഹൈ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഹൈയുടെ ഡേറ്റ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. അതിനുശേഷം ഈ റെയിൻ, ദ ചാൻസസ് ഓഫ് റെയിനോ നിങ്ങൾക്ക് എന്ത് കണ്ടീഷൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ദ ടെമ്പറേച്ചർ കൊടുക്കാം, ലോ കൊടുക്കാം, അതേപോലെ വിസിബിലിറ്റി, ഹ്യൂമിഡിറ്റി, പ്രഷർ, അതേപോലെ തന്നെ വിൻഡ് സ്പീഡ്, അങ്ങനത്തെ എയർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി റെയിൻ്റെ ചാൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കാൻ പോകുന്നത് പ്രസിപ്പിറ്റേഷൻ ചാൻസസ് എന്നാണ്. അത് സെലക്ട് ചെയ്യണം, ഡൺ അടിക്കുക. ഇതാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ സ്പീക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യണം, കാരണം ഇതും പ്രൊനൗൺസ് ചെയ്യണമല്ലോ. അപ്പോൾ സ്പീക്ക് നമ്മൾ ഒന്നും കൂടെ ആക്ഷൻ സെലക്ട് ചെയ്യുന്നു, സ്പീക്ക് ടെസ്റ്റ്. അതിൽ നമുക്ക് ഈ ടെക്സ്റ്റ് മേളിൽ കൊടുക്കുന്ന ടെക്സ്റ്റാണ് ഇവിടെ റീഡ് ആകുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Good morning Milan. Today is October 29th, 2020 at 10:12 p.m. ഈ ഒരു താമസം വരുന്നത് ആ ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. The high will be 28 degrees C and the chances of rain 90. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എങ്ങനെ ഈ ഓട്ടോമേഷൻ വർക്കാണെന്ന്. ഇത്രയുള്ള സംഭവം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക, ഡോണ്ട് ആസ്ക് കൊടുക്കുക. കാരണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അലാറം സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിയുമ്പം ഇങ്ങനെയാണ് ഓട്ടോമേഷൻ വർക്കാണ്. ഇതുപോലെ വേറെ കുറച്ച് ഓട്ടോമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഓട്ടോമേഷൻസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.